ഹായ് സ്റ്റുഡൻസ്. സോ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. സോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷനെ ഓരോ ട്രാൻസാക്ഷൻസും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നുള്ള തുടങ്ങിയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ പല പല ഇല്ലുസ്ട്രേഷൻസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചെയ്യുന്നത് ഒരുപാട് രൂപത്തിൽ പ്രത്യേകതയിലും ഒരുപാട് രൂപത്തിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റംസ് ഉണ്ട്. അത് ക്യാഷ് ബേസ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ് ഉണ്ട്, ഹൈബ്രിഡ് ബേസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അക്കൗണ്ടിങ്. സോ അതിൽ നമ്മൾ ക്യാഷ് ബേസിസും അതുപോലെ തന്നെ അക്രൂവൽ ബേസിസും നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഹൈബ്രിഡ് ബേസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു. ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഫോം ചെയ്തതാണ് ഹൈബ്രിഡ് ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അതിന്റെ അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹൈബ്രിഡ് അക്കൗണ്ടിങ്ങിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ടിനെയും അക്രൂവൽ ബേസിസും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ബേസിസും തമ്മിലുള്ളതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നു ഏത്? നമ്മുടെ ഹൈബ്രിഡ് മെത്തേഡ്. സോ അതിൽ വരുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡബിൾ എൻട്രി മെക്കാനിസം എന്താണെന്നുള്ളത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. സോ എന്താണ് ഡബിൾ എൻട്രി മെക്കാനിസം? ഡബിൾ എൻട്രി മെക്കാനിസം entails recording of transaction keeping in mind ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ. ഡുവൽ ഡബിൾ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. അതായത് ഏത് ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടാവും. ഏത് ട്രാൻസാക്ഷനും ഉണ്ടാവും രണ്ട് എഫക്റ്റ് ഉണ്ടാവും. ഒന്നിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഒന്നിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റ് എപ്പോഴാണ് ചെയ്യാന്നുള്ളത്, ഡെബിറ്റും അവിടെ അതിന്റെ മീനിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. സോ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തിട്ട് ഡെബിറ്റ് അസറ്റ് എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്, എക്സ്പെൻസ് എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇൻകം എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് ആണ് ക്രെഡിറ്റ് ആണ് എപ്പോഴാണ്, കൂടുമ്പോൾ എന്ത് ചെയ്യണം, കുറയുമ്പോൾ എന്ത് ചെയ്യണം, ആൾറെഡി ഡിസ്കസ് ചെയ്യും. സോ അപ്പൊ അങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നതിന്റെ ബേസിസിലായിട്ട് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എവറി റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ വൺ കൗണ്ട് ഈസ് ഡെബിറ്റ് ആൻഡ് അതർ ഈസ് ക്രെഡിറ്റ്. എല്ലാത്തിനും ഡെബിറ്റ് ഉണ്ടാവും, വെറും ഡെബിറ്റ് വെറും ക്രെഡിറ്റ് അങ്ങനെ തമ്മിലുണ്ടാവും. ഒരു ട്രാൻസാക്ഷൻ, ഏത് ട്രാൻസാക്ഷൻ അതിൽ ഡെബിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ എവറി ഡെബിറ്റ് ഹാവ് എ ക്രെഡിറ്റ്. ഉണ്ടാവും. ഇതിന്റെ ബേസിസിലാണ് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് ഉറപ്പാണ്. അപ്പൊ അതില്ലാതെ ട്രാൻസാക്ഷൻ ഇല്ല. The double entry book keeps record every transaction in money or money with its dual aspect. ഡുവൽ ആസ്പെക്ട്, രണ്ട് ആസ്പെക്റ്റിൽ, അതായത് ഇപ്പോൾ ഒരു സാധനം മേടിച്ച് എന്തിനും രണ്ട് ആസ്പെക്ട് ഉണ്ടാവും, രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. എന്താ പറയാ, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തെ എല്ലാത്തിനും രണ്ടാണ്. ആണും പെണ്ണും എന്ന് പറഞ്ഞ ഡെബിറ്റും ക്രെഡിറ്റ് അത്രത്തോളം രണ്ടെണ്ണമായിട്ട് അപ്പൊ രണ്ട് ആസ്പെക്ട് ഉണ്ടാവും. അതായത് ഡുവൽ ആസ്പെക്ട്. രണ്ടെണ്ണത്തിന് എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് ഡബിൾ എൻട്രി മെക്കാനിസം താഴെ പറയുന്നത് അതിന്റെ അഡ്വാൻറ്റേജ്. ഫോർ എക്സാമ്പിൾ പറയണം, നമ്മൾ പർച്ചേസ് ഓഫ് കാർ, ഒരു കാർ മേടിച്ചു. അപ്പൊ ഉണ്ടോ ക്യാഷ് കുറഞ്ഞു, അപ്പൊ രണ്ടിലാണ്. ഒന്ന് പറയുന്നത് കാറ് നമുക്ക് കിട്ടി, അത് നമുക്ക് രണ്ടാമത്തെ വേറെ ഒന്നും ഉണ്ടാവില്ല, ക്യാഷ് കുറഞ്ഞു, അത്രയും പൈസ നമ്മൾ കൊടുത്തില്ലടാ. 10 ലക്ഷത്തിന് ഒരു കാർ കൊടുത്ത 10 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഒരു കാർ കിട്ടി. രണ്ടെണ്ണത്തിന് എഫക്ട് ചെയ്തില്ലേ, എഫക്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ ഇതൊന്ന് ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ്. അതെപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ചാപ്റ്ററിൽ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? The systems are recording. It records classifies systematic recording help you. ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാൻ, സിന്തസിസ് ചെയ്യാൻ, അതിനൊക്കെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും സിസ്റ്റമാറ്റിക് മാനർ. രണ്ടാണ് കംപ്ലീറ്റ് റെക്കോർഡ്. ഇത് നമ്മൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബിസിനസ് റെക്കോർഡ് ബോത്ത് ആസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ വിത്ത് നരേഷൻ. മാത്രമല്ല ഇതിൽ നമ്മൾ നരേഷൻ, ഓരോ ട്രാൻസാക്ഷൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്
നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അക്യുറേറ്റ് റെക്കോർഡ് അക്യുറസി എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യത. റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവും, തെറ്റ് ഉണ്ടാവില്ല, വളരെ കൃത്യത കൂടുതലായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാ റെക്കോർഡ്സും ചെയ്യാൻ പറ്റും. ആരാണ് തരാനുള്ളത് എന്ത് നോക്കിയാലും നമുക്ക് അതിന് മനസ്സിലാവും. ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും, അക്യുറേറ്റ് റെക്കോർഡ്. ഓക്കെ. പിന്നെ ഓപ്പറേഷണൽ റിസൾട്ട് ഫങ്ഷൻ. ഓപ്പറേഷണൽ റിസൾട്ട് എന്താ? By income statement, business can profit or loss due to operation during the period. Okay. അപ്പോൾ നമ്മുടെ ഓപ്പറേഷണൽ റിസൾട്ട് അതുപോലെ തന്നെ പ്രോഫിറ്റും ഇതൊക്കെ ഇതാക്കുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഫൈനാൻഷ്യൽ, അതായത് ഓപ്പറേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബിസിനസ് നടത്തുന്നത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണ്. പിന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ, പ്രിപ്പയറിംഗ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ബാലൻസ് ഷീറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Can know how to the assets are what like ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിക്ക് ഇപ്പൊ എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, എത്ര പൈസ കിട്ടാനുണ്ട്, പൈസ എത്ര കൊടുക്കാനുണ്ട്, അതാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതറിയാൻ പറ്റുന്നു. പിന്നെ പോസിബിലിറ്റി ഓഫ് ഫ്രോഡ്, എന്തെങ്കിലും ഫ്രോഡ് വന്നാലും ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. പോസിബിലിറ്റി ഓഫ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഫ്രോഡൊക്കെ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് വളരെ കുറക്കാം. ഇതാണ് അഡ്വാൻറ്റേജ്. അപ്പൊ ഇതിന്റെ മെയിൻ പോയിന്റ്സ് എടുത്താൽ മതി. സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിരിക്കും റെക്കോർഡ്, പിന്നെ അക്യുറേറ്റ്, നല്ല കൃത്യത ഉണ്ടാവും. പിന്നെ ഓപ്പറേഷണൽ റിസൾട്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫൈനാൻഷ്യൽ പൊസിഷൻ, കമ്പനിക്ക് എത്ര അസറ്റ്സ് ഉണ്ട്, അതായത് എത്ര സമ്പാദ്യം ഉണ്ട്, കമ്പനിക്ക് എത്ര കൊടുക്കുന്നുണ്ട്, ലയബിലിറ്റി ഉണ്ട്, എത്ര ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും, പട്ടിക്ക് വെട്ടിട്ടൊക്കെ കുറക്കാൻ പറ്റും. These are the 6 points or 6 advantages of double entry chapter. Okay. അപ്പൊ അടുത്ത ചാപ്റ്ററിലോട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ജസ്റ്റ് എന്തുകൂടെ നോക്കാം. നമുക്ക് ഷോർട്ട് നോട്ട്സ് നോക്കാം.